എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത്? ലാലേട്ടൻ സിനിമ 200 കോടി ക്ലബിൽ കയറി, മമ്മൂട്ടി സിനിമ 100 കോടി ക്ലബിൽ കയറി എന്നിങ്ങനെ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. സിനിമ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബഡ്ജറ്റും റിലീസിന് എത്തിയ ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളും ഇത്രയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കഥകളാണ് നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിടുന്നത്. ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബിൽ ഇടം നേടിയ പുലിമുരുകൻ എന്ന സിനിമ 100 കോടി ക്ലബിൽ കയറിയെന്ന് പറയുമ്പോഴും ആ ഒരു സിനിമയുടെ കടം ഇതുവരെ വീട്ടിയിട്ടില്ലെന്നാണ് മുൻ DGP ടോമിൻ കെ തച്ചങ്കരി KFCയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന കാലത്ത് ഈ കാര്യം വ്യക്തമായി അറിയാമായിരുന്നുവെന്നും സിനിമയുടെ പ്രൊഡ്യൂസർ കാണിച്ച കണക്കുകൾ പ്രചരിപ്പിച്ചതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നുവെന്നാണ് തച്ചങ്കരി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെപ്പോലത്തുള്ള സിനിമാ പ്രേമികൾ ആര് പറയേണ്ട കളക്ഷനാണ് വിശ്വസിക്കേണ്ടത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വൈശാഖ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ പുലിമുരുകൻ എന്ന സിനിമയാണല്ലോ നിലവിൽ മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം. ആ ഒരു കളക്ഷൻ, അതായത് 100 കോടി ക്ലബിൽ ഇടം നേടി എന്ന് പറയുന്ന കളക്ഷൻ പൊള്ളയാണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ അത് വിശ്വസിക്കുന്നുണ്ടോ? തച്ചങ്കരി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെയുള്ള പ്രമുഖ നടന്മാരും പ്രൊഡ്യൂസർമാരുമെല്ലാം എനിക്ക് അടുത്ത സൗഹൃദമുള്ള വ്യക്തികളാണ്. ഇത്തരം വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹം എനിക്കുണ്ട്. മലയാളത്തിൽ പല നിർമ്മാതാക്കളും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരല്ല. കേരളത്തിലെ സിനിമയ്ക്ക് ഇപ്പോൾ പ്രധാനമായും 4-5 പേരാണ് ഫിനാൻസ് ചെയ്യുന്നത്. ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ MD ആയിരുന്നു. ആ സമയത്ത് സിനിമയ്ക്ക് പണം നൽകിയിരുന്നു. പുലിമുരുകൻ അടക്കം പണം നൽകിയതിൽ 7-8% പലിശക്കാണ്. എന്നാൽ സ്വകാര്യ ഫിനാൻസുകാർ 24% പലിശ ഈടാക്കുന്നത്. അതായത് 10 കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന ഒരു നിർമ്മാതാവിന്റെ കയ്യിൽ മിനിമം 1 കോടിയെ കാണൂ. ബാക്കിയെല്ലാം ഇത്തരത്തിൽ പലിശക്ക് OTT വഴിയൊക്കെ സംഭരിക്കുന്നതാണ്. നമ്മുടെ താരങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, AI-യുടെ വരവ് ഭാവിയിൽ അവരെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുലിമുരുകൻ വലിയ വിജയമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് വെച്ചാൽ KFCയിൽ നിന്നും എടുത്ത ലോണ് ഇതുവരെ അടച്ചിട്ടില്ല ആ ഒരു പ്രൊഡ്യൂസർ. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താങ്കളുടെ സിനിമ വലിയ വിജയങ്ങൾ നേടിയെന്നാലോ കേട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. ഈ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്നാണ് വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ കാര്യം ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹം ആ സമയത്ത് കാണിച്ച ഫിഗർ അല്ല നമ്മുടെ അടുത്ത് വന്നപ്പോൾ കാണിച്ചത്. പല സിനിമകളും 100 കോടി ക്ലബിൽ ഇടം നേടിയെന്നൊക്കെ പറയുന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് വ്യക്തമായി പറയുന്നത് നിർമ്മാതാവ് സുരേഷ് കുമാർ തന്നെയാണ്. മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജൂൺ 1 മുതൽ സിനിമയുടെ ചിത്രീകരണവും റിലീസും അടക്കം ഒന്നും നടക്കാത്ത രീതിയിൽ സമരത്തിനൊരുങ്ങുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. ഇവിടെ വെച്ചാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. മധുരരാജ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മമ്മൂക്ക ഒരു വേദിയിൽ വെച്ച് പറയുകയുണ്ടായി, ഈ ഒരു സിനിമ 100 കോടി ക്ലബിൽ ഇടം നേടിയില്ലെങ്കിലും 100 കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടണമെന്നാണ് അദ്ദേഹം അന്ന് ആഗ്രഹിച്ചത്. പലപ്പോഴും മമ്മൂക്ക എന്ന നടനെ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്ന കാര്യമാണ്, ഇത്രക്ക് വലിയ താരമായിട്ടും ബോക്സ് ഓഫീസിൽ ഇതേവരെ 100 കോടി എന്ന മാന്ത്രിക സംഖ്യ ഈ ഒരു താരത്തിന് തൊടാൻ സാധിച്ചിട്ടുണ്ടോ? എന്നാൽ അവരോട് ഒന്നേ പറയാനുള്ളൂ, കണ്ണൂർ സ്കോഡും ഭീഷ്മപർവം പോലെയുള്ള സിനിമകൾ അദ്ദേഹത്തിന് സിമ്പിളായി 100 കോടി ക്ലബിൽ ഇടം നേടിയെന്നൊക്കെ പറഞ്ഞ് ഒഫീഷ്യലായി പോസ്റ്റർ ഇറക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം അതൊന്നും ചെയ്തില്ല. വ്യത്യസ്ത തരത്തിലുള്ള ക്വാളിറ്റിയുള്ള സിനിമകൾ പിടിച്ച് മലയാള സിനിമയെ അദ്ദേഹം വേറെ ലെവലിൽ എത്തിക്കുകയാണ്. അതോടൊപ്പം മറ്റു പ്രൊഡ്യൂസർമാർക്കും പുതുമുഖ സംവിധായകർക്കും അവസരം കൊടുക്കുകയും ഭ്രമയുഗം പോലെയുള്ള സിനിമകൾ കൊണ്ടുവന്ന് ഇന്റർനാഷണൽ ലെവലിലേക്ക് മലയാള സിനിമയെ എത്തിക്കുകയും അദ്ദേഹം ചെയ്യുകയാണ്. ഇവിടെ ലാലേട്ടന്റെ കാര്യത്തിൽ നോക്കിയാലും ആ ഒരു അവസ്ഥ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാനാണ് അദ്ദേഹവും ശ്രമിക്കുന്നത്. വലിയ വലിയ സിനിമകൾ മലയാളത്തിൽ എത്തിക്കുകയും എന്നാൽ അതിൽ ചിലത് പാളിപ്പോയിട്ടുണ്ടെങ്കിലും വീണ്ടും പരിശ്രമിച്ചുകൊണ്ട് ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ചിത്രമായ എമ്പുരാൻ എന്ന സിനിമയിലൂടെ
ചിത്രത്തിലൂടെ മലയാള സിനിമയെ സംബന്ധിച്ച് സ്വപ്നം കാണാവുന്നത് വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രവും അദ്ദേഹത്തിന്റെ തന്നെയാണ്. മലയാളം പോലെയുള്ള ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ ഒരുക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഒരു കോൺഫിഡൻസ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകണം. നിലവിൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എമ്പുരാൻ എന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് 140-150 കോടിക്ക് മുകളിലൊരു ബഡ്ജറ്റാണ്. ആ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കണമെങ്കിൽ 300 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യണം. ചിലപ്പോൾ ഇതിനേക്കാൾ ഉയർന്നൊരു ബഡ്ജറ്റിലായിരിക്കാം ചിത്രം ഒരുക്കിയിട്ടുണ്ടാവുക. കൃത്യമായ ഡാറ്റ ആന്റണി പെരുമ്പാവൂരിന് മാത്രമേ അറിയൂ. ഇതിനോടകം തന്നെ എമ്പുരാൻ എന്ന സിനിമയുടെ പേരിൽ 200-ന് മുകളിലുള്ള ഫാൻ ഷോ കൗണ്ടുകൾ അദ്ദേഹത്തിന്റെ ആരാധകർ ഒരുക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ പടങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫാൻസുകാർ അദ്ദേഹത്തിന്റെ പടങ്ങൾ എന്നും ആഘോഷിക്കാറേ ഉള്ളൂ. ബോക്സ് ഓഫീസിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് ലാലേട്ടൻ നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ ബിസിനസ് അടക്കം 200 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെന്നായിരുന്നു അന്ന് സിനിമ ഇറങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കേട്ട വാർത്തകൾ. പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ പോസ്റ്റർ അടക്കം ഈ ഒരു പരസ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി ഇതിന്റെയൊക്കെ യഥാർത്ഥ ബിസിനസ് കളക്ഷൻ എത്രയുണ്ടെന്നൊക്കെ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. അതും വെറും ബിസിനസ് മാത്രമാണോ അല്ലെങ്കിൽ പ്രൊമോഷൻ മാത്രമാണോ എന്ന് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. എന്നാലും ഇത്രയും കൊല്ലം അദ്ദേഹത്തിന്റെ ഫാൻസും അദ്ദേഹത്തിന്റെ ഹെയ്റ്റേഴ്സും തമ്മിൽ തല്ലിയത് ഇത്തരത്തിലുള്ള കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. മലയാളത്തിലേക്ക് വലിയ വലിയ സിനിമകൾ വരുമ്പോൾ, അതായത് മലയാളത്തിൽ നിന്നും വലിയ വലിയ ബഡ്ജറ്റിൽ സിനിമകൾ വരുമ്പോൾ മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് ബ്രാൻഡുകളായ ലാലേട്ടനും മമ്മൂക്കയുടെ ആരാധകർ തമ്മിൽ തല്ലാതെ രണ്ട് സിനിമകളും സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ മലയാള സിനിമയുടെ പ്രശ്നങ്ങൾ മാറാൻ സാധ്യതയേറെയാണ്. എമ്പുരാൻ, ബസൂക്ക പോലുള്ള സിനിമകൾ KGF ലെവലിൽ കൊളുത്തിയാൽ മലയാള സിനിമയുടെ മാർക്കറ്റ് തന്നെ മാറും. കേരളത്തിന് പുറത്ത് മലയാള സിനിമക്ക് ഇപ്പോൾ അല്ലെങ്കിൽ മലയാള സിനിമ കാണുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. ആ ഒരു സ്പാർക്ക് നല്ലൊരു സ്പാർക്കായി മാറ്റിക്കഴിഞ്ഞാൽ മലയാള സിനിമയുടെ മാർക്കറ്റ് വേറെ ലെവലാകുമെന്ന് തീർച്ച തന്നെയാണ്. നിർമ്മാതാവ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഡൊമിനിക് എന്ന സിനിമയുടെ ബഡ്ജറ്റ് 19 കോടി രൂപയെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. എന്നാൽ അദ്ദേഹം കൊടുത്ത ആ ഒരു ഡാറ്റ എത്രത്തോളം സത്യമുണ്ടെന്ന് പലർക്കും സംശയമുണ്ടാകും. കാരണം ആ സിനിമ കണ്ട ഭൂരിഭാഗം പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമായിരിക്കും, ഈ സിനിമക്ക് ഇത്രയധികം ബഡ്ജറ്റ് ഉണ്ടാകുമോ? ഇതിനേക്കർത്ഥം ആരുടെ കയ്യിലും കൃത്യമായ ഡാറ്റകളൊന്നുമില്ല. കൃത്യമായുള്ള ഡാറ്റകൾ ഉള്ളത് ഓരോ സിനിമകൾ നിർമ്മിച്ച നിർമ്മാതാവിന്റെ കയ്യിൽ തന്നെയായിരിക്കും. ആ കണക്കുകൾ ഒരിക്കലും പുറത്തും വരില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ നിന്നും ഇതുവരെ 100 കോടി ക്ലബിൽ ഇടം നേടിയ ഒരു ചിത്രം വന്നിട്ടുണ്ടോ? എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം? മലയാള സിനിമയിൽ ഓളം സൃഷ്ടിച്ച ലൂസിഫറിനും പുലിമുരുകനും 100 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ടോ? എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.